മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സഭയ്ക്കെതിരെ പി സി ജോർജ്, ഷോൺ ജോർജിനും പി സി ജോർജിനുമെതിരെ സഭ എന്തൊക്കെ തരത്തിലാണിപ്പോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നും കാരണം എന്ന് പറയുന്നത് വളരെ ലളിത. BJPക്ക് അനുകൂലമായിട്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകള് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണക്കാരായിട്ടുള്ള പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും പൊതുസമൂഹത്തിൽ സഭയെ കൊണ്ട് തന്നെ എന്തെങ്കിലും പറയിപ്പിക്കാൻ ഈ പറയുന്ന IB ഈഡനെ പോലെയുള്ള MP മാര്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകള് കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തെത്തി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്നാൽ ഈ ഇപ്പോ നടക്കുന്ന ഈ ഒരു വിഷയം FCRA ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ രീതിയിൽ ഇപ്പോ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ സഭ പി സി ജോർജിനും ഷോൺ ജോർജിനുമെതിരെ, പി സി ജോർജും ഷോൺ ജോർജും സഭയ്ക്ക് ഇത്തരത്തിലൊക്കെയാണ് വാർത്ത. യഥാർത്ഥത്തില് പി സി ജോർജോ ഷോൺ ജോർജോ ഒരു സഭക്കും എതിരല്ല. അവർ വിശ്വാസികളായിട്ട് സഭക്കൊപ്പം നിന്ന് തന്നെയാണ് നിലപാട് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും കേട്ടു ചെറിയൊരു ഭാഗം. പിതാവ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് കടറങ്ങാട്ട് പിതാവ്. പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ പിതാവ് എന്ത് പറഞ്ഞാലും ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പോലും ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ പാർട്ടിയോട് സമ്മതം അറിയിച്ചത്. അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനെ ഒളിച്ചും പാത്തുമുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ് സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ സഭ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ത് നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയും സഭാവിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തതെന്ന് പൊതുവായും ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾ കേട്ടില്ലേ, വളരെ പക്വമായിട്ട് വളരെ നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഷോൺ ജോർജ് ഓരോ ഘട്ടത്തിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഭാ നേതൃത്വത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്തിയിട്ട് അവരെ കൊണ്ട് പോലും പി സി ജോർജിനും ഷോൺ ജോർജിനും എതിരേക്ക് പലതും പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ട് പറയുന്നു, നിങ്ങൾ പരസ്യമായിട്ട് നിലപാട് പ്രഖ്യാപിക്കും, BJPക്ക് മാത്രം വോട്ടു ചെയ്യരുത് എന്ന് ചില മത നേതാക്കന്മാർ, എല്ലാ മതത്തിലുണ്ട്, ഈ പറയുന്ന മുസ്ലിം മതത്തിലുണ്ട്, വലിയ രീതിയിലുണ്ട്, ഈ BJPക്ക് മാത്രം വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ അതേ സമയത്ത് UDF, LDF എന്നിവര് നിലപാടില്ല. അപ്പൊ വ്യക്തമായിട്ടാണ് ഷോൺ ജോർജ് ചോദ്യം ഉന്നയിക്കുന്നത്, ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുക, ആർക്കൊപ്പമാണ്, എന്നാൽ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, അവരെന്തു ചെയ്തു എന്ന ആ നിലവാരമുള്ള ഒരു ചോദ്യത്തിന് മുന്നിലേ ആരും ഒന്ന് കിടന്ന് വിറളി പിടിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ. കാരണം മറ്റൊന്നല്ല, ഈ സഭ ഇടപെട്ടിട്ടും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ കൊഞ്ഞനം കുത്തിയിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതും ഷോൺ ജോർജ് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കേട്ട് നോക്കൂ. ഒന്ന്, വഖഫ് ബില്ല് വന്ന സമയത്ത്, വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്ത് കേരള കത്തോലിക്ക സഭ കേരളത്തിലെ എല്ലാ MP മാർക്കും കത്തയച്ചിരുന്നു, വഖഫ് ബില്ലിനെ എതിർക്കാൻ പാടില്ല, പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷെ അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. നിങ്ങൾ കേട്ടില്ലേ, അതായത് വളരെ വ്യക്തമാണ് ഷോൺ ജോർജ്, അതായത് തെളിവ് സഹിതം കേരളത്തിലെ സകല ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ്സുകാരൊക്കെ സഭാ നേതൃത്വത്തിൽ പോലും ഇടപെട്ടുകൊണ്ട് ഇവർക്കെതിരെ പലതും പറയിപ്പിക്കുന്ന സമയത്തും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ പി സി ജോർജിനും ഷോൺ ജോർജിനും വലിയ സ്വാധീനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വെറുതെ ഉണ്ടാവുന്നതല്ല. UDFും LDFും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരെ എന്തൊക്കെ ചെയ്തു എന്നാണ് ഷോൺ ജോർജ് എണ്ണമിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടില്ലേ, വഖഫ് ഭേദഗതി ബില്ലിന് എതിരെ നിൽക്കരുത് എന്ന് UDFനോടും LDFനോടും ആവശ്യപ്പെട്ടു. അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് UDFും LDFും മുന്നോട്ട് പോയത്. അത്തരത്തിൽ നിലപാട് UDFും LDFും എടുത്തിട്ടും അതിനെതിരെ എന്തുകൊണ്ട് വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല? വ്യക്തമായ ചോദ്യങ്ങളാ. 600 കുടുംബങ്ങളെ കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് മുനമ്പത്ത് തെരുവിൽ സമരം ചെയ്യുന്ന ഒരു വിഷയം ഉൾപ്പെടെയാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭൂരിപക്ഷവും. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് സഭാ നേതൃത്വം UDFനോടും LDFനോടും പറഞ്ഞ സമയത്ത്
അതിന് പുല്ലുവിലയാണ് UDF-ഉം LDF-ഉം കൊടുത്തത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF-നോ LDF-നോ വോട്ട് ചെയ്യാൻ പറയാൻ സാധിക്കുക എന്ന് വ്യക്തമായ ചോദ്യ. ഇത് മാത്രാണോ? നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നും. അടുത്തത് കേട്ടു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കി. ഇനി സ്വയംദിത്ത സ്കൂളിൽ ഹിജാബ് പ്രശ്നമുണ്ടായി. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും, ഇവിടുത്തെ മുഴുവൻ സൈബർ മീഡിയയും, ഇവിടുത്തെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരുമിച്ച് ആക്രമിച്ചു. ഈ പറയുന്ന ഒരു നേതാക്കന്മാരെ അവിടെ കണ്ടില്ലല്ലോ. ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ IB ഈഡനെയോ, സ്വന്തം MP അല്ലേ IB ഈഡൻ, ഇന്ന് എവിടെയായിരുന്നു IB ഈഡൻ? മുനമ്പത്ത് എവിടെയായിരുന്നു? മുനമ്പം വിഷയം ഉണ്ടായപ്പോൾ IB ഈഡൻ എവിടെയായിരുന്നു? ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത്. പെട്ടെന്നൊരു സ്നേഹം അവിടെ വന്നിട്ട് എന്താ ചെയ്തത്? അവിടെ പോയി SDPക്കാരൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇത് RSS ഉണ്ടാക്കിയ പ്രശ്നമാണ്, നിങ്ങൾ ഇടപെടുന്നത്. ആ മഠത്തിൽ പോയി മര്യാദ പറയാനോ ആ സ്കൂൾ തുറപ്പിക്കാനോ അല്ല നോക്കിയത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യും. നിങ്ങൾ കേട്ടില്ലേ? അതായത് എണ്ണമിട്ട് നിരത്താണ് ഷോൺ ജോർജ്. ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഷോൺ ജോർജിനും PC ജോർജിനും അനുകൂലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. കാരണം എന്താ? സർവീതാസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് സുഡാപ്പികൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിരുന്നൊരു സ്ഥാപനത്തിലേക്ക് സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിച്ച് സർവീതാസ് വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ലാതെ മറ്റൊരു പ്രശ്നത്തിന്റെ പേരിൽ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യിപ്പിച്ച സുഡാപ്പികൾക്കൊപ്പമാണ് ആര് നിന്നിട്ടുള്ളത്? UDF-ഉം LDF-ഉം നിന്നിട്ടുള്ളത്. അന്ന് സെൻട്രിദാസിനൊപ്പവും സഭക്കൊപ്പവും നിലപാടെടുത്തത് ഷോൺ ജോർജും PC ജോർജും BJP ഒരു തർക്കമില്ലാത്ത വിഷയ. അപ്പൊ ആ സമയത്ത് UDF-ന്റെ നേതൃത്വം LDF-ന്റെ നേതൃത്വം ആർക്കൊപ്പം നിന്ന് സുഡാപ്പികൾക്കൊപ്പം നിലയുറപ്പിച്ചോ, അവരുടെ അജണ്ടക്ക് നിലയുറപ്പിച്ചോ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആ രീതി പാടില്ല. ഇനി സുഡാപ്പി അജണ്ട കുത്തിക്കയറ്റണോ? അതത്ര നെറുകേട. അവിടെ വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ? മുസ്ലിം മതത്തിലെ, ഹിന്ദു മതത്തിലെ, ക്രിസ്ത്യൻ മതത്തിലെ സകല ആളുകളും ആ സ്ഥാപനത്തിന്റെ യൂണിഫോം അനുസരിച്ച് കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ പഠിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് ഇറങ്ങി. മുസ്ലിം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു പ്രശ്നം ആർക്കില്ല. പക്ഷെ സുഡാപ്പികളുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിച്ച സമയത്ത് കോൺഗ്രസിന്റെ LDF-ന്റെ സകല നേതാക്കന്മാർ ആർക്കൊപ്പം നിന്നു? സുഡാപ്പികൾക്കൊപ്പം നിന്ന്. അന്ന് ഷോൺ ജോർജ് ഉണ്ടായിരുന്നു. ഇത് കേരളത്തിലെ സകല ക്രിസ്ത്യൻ മതവിശ്വാസികളും കൃത്യമായിട്ട് തിരിച്ചറിയില്ല. നീതിക്കൊപ്പം ആര് നിൽക്കുന്നു? അത് ഷോൺ ജോർജ് കൃത്യമായിട്ട്, PC ജോർജ് കൃത്യമായിട്ട് നിൽക്കുന്നില്ലേ? അങ്ങനെ ഓരോ വിഷയവും അക്കമിട്ട് നിരത്തുക. മുനമ്പ വഖഫ് വിഷയത്തില് എന്തായിരുന്നു അവസ്ഥ? കോൺഗ്രസ് UDF ഒക്കെ ആർക്കൊപ്പം നിന്ന്? വഖഫിനൊപ്പല്ല നിന്ന്. അധികമായിട്ടൊരു അവകാശമൊക്കെ ഈ രാജ്യത്ത് ഏറ്റവും അങ്ങേറ്റത്തെ ഒരു ഊളത്തരാണ് ഒരു മതത്തിന് പ്രത്യേകമായിട്ട് കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു അവകാശമൊക്കെ കോൺഗ്രസ് കൊടുത്തത്. ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തുമില്ല, ഒരു നീതിയും ഇതിലില്ല. അങ്ങേറ്റത്തെ ക്രൂരത, കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കാതെ. ആ വിഷയം അതിൽ പോലും UDF LDF ഈ പറയുന്ന വഖഫ് ബോർഡിനൊപ്പം ഇവിടെ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഈ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുന്ന വഖഫിന്റെ ഈ അധിക അവകാശത്തെ ഒന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. യഥാർത്ഥ വിശ്വാസികൾ അതിനൊക്കെ പുച്ഛിതള്ളൂ. അതാണ് വലിയ യാഥാർത്ഥ്യം. ഇവിടെ ഷോൺ ജോർജ് ഒക്കെ വ്യക്തമായിട്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിലൂടെ BJP വലിയ രീതിയിൽ വളരും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോ FCRA ബില്ലൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ PC ജോർജിനെയും ഷോൺ ജോർജിനെ അങ്ങ് ഒതുക്കാമെന്ന് കരുതിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാര് സഭാ നേതൃത്വത്തിലെ ചില ആളുകളെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് തോന്നിയതൊക്കെ ഇവിടെ വലിയ രീതിയിൽ മാധ്യമങ്ങളെയൊക്കെ തന്നെ സ്വാധീനം ചെലുത്തി ഇവിടെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക്. പക്ഷെ ഷോൺ ജോർജും PC ജോർജും ഒരിക്കലും സഭയ്ക്കെതിരല്ല. അവർ സഭക്കൊപ്പം തന്നെ പോകാനാണ് തീരുമാനിച്ചത്. അവർ വിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അതേസമയം ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പോരാട്ടം നയിക്കുന്നതും ഷോൺ ജോർജും PC ജോർജും ആണ് എന്നുള്ളത് ഈ വിഷയത്തിലും ഈ ചർച്ചയിലൂടെയൊക്കെ തന്നെ സകല ആളുകൾ തിരിച്ചറിയാം. ഇതൊക്കെ BJP കേരളത്തിൽ വളരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ BJPക്ക് വലിയ വളർച്ച വരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് കൂടിയാ വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പല രീതിയിൽ PC ജോർജിനെയും ഷോൺ ജോർജിനെയൊക്കെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.